ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങള് മലമ്പുഴയാണുള്ളത്. മലമ്പുഴയിൽ ഫ്ലവർ ഷോ അടക്കെയാണ്, വിവിധ തരം പൂക്കള്. പിന്നെ മലമ്പുഴ അറിയാമല്ലോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേനും നമുക്ക് ബാക്കി കാണാം. ഞങ്ങള് മലമ്പുഴ പോകണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുകയാണ്. കുറേ ആയിട്ട് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ വിചാരം മാത്രമുള്ളതായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഫ്ലവർ ഷോയുടെ ഈ ലൈറ്റ് ഷോയുടെ ഒക്കെ എൻഡിങ് ആണ്. ഇത് സാധാരണ 7 മണി വരെ ഉള്ളൂ. ഇന്ന് 8 മണി 8:30 വരെ ടൈം നീട്ടിയിട്ടുണ്ട്. പൊടുക്കത്തെ ബ്ലോക്കാണ്. ഈ ബ്ലോക്കൊക്കെ മലമ്പുഴയ്ക്ക് പോകുന്ന വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. ബ്ലോക്ക് എന്ന് വെച്ചാൽ കട്ട ബ്ലോക്ക്. തോമസ് കുട്ടി വണ്ടി അരികെ കയറ്റിക്കോടാ. There's a stalled vehicle ahead. ഗൈസ്, അങ്ങനെ നമ്മൾ മലമ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. വേറെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം ടിക്കറ്റിന് നീണ്ട ക്യൂ എന്ന് വെച്ചാൽ ഒന്നേ ക്യൂ. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, കാർഡ് എടുക്കത്തില്ല. അതുപോലെ UPI പറ്റത്തില്ല. അതായത് ഫോണിൻ്റെ ഗൂഗിൾ പേ ഒന്നും പറ്റത്തില്ല. ഒന്നി ക്യാഷ്. വേണമല്ലേ, ഇതൊക്കെ മാറ്റണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഏറ്റിന് പോയി പൈസ കൊടുത്തു ടിക്കറ്റ് ഇടാം. ഇവിടുത്തെ മെയിൻ ആകർഷണം ഫ്ലവർ ഷോ ആണ്. ഈ ഫ്ലവർ ഷോയുടെ അവസാന ദിവസമായ ഇന്ന് ആളുകൾ ഭയങ്കര കൂടുതലെന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്. ഒരുപാടുണ്ടോ, ഒരു ഭയങ്കര റക്ഷാണ്. അടിപൊളി പൂക്കൾ കുറേ പൂക്കളുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കോടയെ അവിടെ വെള്ളം പമ്പ് ചെയ്യും. നമുക്ക് മഴ പോലെ നല്ല റെയിൻ പോലെ നല്ല രസമാണ്. ട്രെയിൻ ഇപ്പോൾ കുറേ പാളമൊക്കെ പഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനൊരു വെറൈറ്റിക്ക് വേണ്ടി. പക്ഷെ ട്രെയിൻ അവിടെ കിടക്കുന്നുള്ളൂ. ഒരു പാലത്തൊന്നും വന്നില്ല. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. നല്ല ക്രൗഡ് ഇല്ലാത്തപ്പോൾ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. ക്രൗഡ് ഉള്ളപ്പോൾ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ.
ഒരു കരടി വെച്ചേക്കുന്നുണ്ടോ? കരടി രസമുണ്ടല്ലോ കരടി. ഇത് ജമന്തി. മുൻപും മലമ്പുഴ പോയിട്ടുണ്ടെങ്കിലും ഇത് ഇതുവരെ കയറിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയുള്ള ക്യൂ ആണ്, നീണ്ട ക്യൂ. ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ ക്യൂ നിന്നാലേ നമുക്ക് ഇത് കയറാൻ പറ്റത്തുള്ളൂ. ഇത് പിന്നെ മലമ്പുഴ എപ്പോഴും ഉണ്ടല്ലോ. ഇവിടെ ഈ ആളുകൾ ഇരിക്കുന്ന എല്ലാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ലൈറ്റ് ഷോ തുടങ്ങും. ലൈറ്റ് ഷോ കാണാനാണ് 6:30 ലൈറ്റ് ഷോ തുടങ്ങുന്നത്. 6:30 കുറച്ച് സമയമുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഇവിടെ. ഈ പൂവിൻ്റെ ഇടയിലെല്ലാം ലൈറ്റ് കത്തും, വെള്ളത്തിൻ്റെ ഇടയിൽ ലൈറ്റ് കത്തും. സൂര്യനെ കണ്ട? സൂര്യൻ അസ്തമിക്കാൻ വെമ്പി നിൽക്കുന്ന സൂര്യൻ ഫുള്ള് ലൈറ്റിൻ്റെ ഇടയിലെല്ലാം പൂവിൻ്റെ ഇടയിലെല്ലാം ലൈറ്റ് കത്തും. ഇത് വല്ലാത്ത കഷ്ടമാണ് ഇവനെ കൊണ്ടുള്ള പോക്ക്. അവര് രണ്ടുപേരും ഇവിടെ പാർക്ക് ഇരിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തോടയിലിരിക്കും. ഞാൻ ഇവിടെ വന്നൊന്ന് എന്തൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ നോക്കുക. അതായത് കുറേ ചെടികൾ, വിത്തുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ചെടികളൊക്കെ ഉണ്ട്, എല്ലാം ഇവിടെ സെയിലിന് വെച്ചേക്കുന്നതാണ്. അതുപോലെ കുറേ വിത്തുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ അടൂർ MLA ചിറ്റൻ ഗോകുമാർ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടു. മലമ്പുഴ ഡാമിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചത് പൂക്കളൊക്കെ കൊണ്ട്. പൂക്കളുടെ കുറേ പരിപാടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ ഒരു കറക്റ്റ് വ്യൂ. എല്ലാം നല്ല രസമാണ്. എൻ്റെ ഇടയിലൊരു ചെറുതായിട്ടൊരു പനി വളയത്തുണ്ട്. പാർക്കിരിക്കാൻ പോയ രണ്ടുപേരും കാണാനില്ല ഗൈസ്. ഞാൻ കുറേ നേരമായിട്ട് നോക്കുകയാണ്. നോക്കാം ഇവിടെ എവിടെയെങ്കിലും കാണും, തപ്പി കണ്ടുപിടിക്കാം. ഞാൻ കുറച്ച് മേലെ കയറി വന്നിട്ട് ഇങ്ങനെ നോക്കിയ വ്യൂ കിട്ടാമല്ലോ. ഇനി കുറച്ചുകൂടെ മേലെ പോകാം. ഞാൻ മേലെ വന്നത് ഡാമിൻ്റെ മേലെ വന്നതല്ല, ശരിക്കും അവർ ഇവിടെ വന്നിങ്ങനെ നിൽപ്പുണ്ടോ, ഈ താഴെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇവിടെ നിന്ന് നോക്കിയാലും ഇപ്പോൾ അത്യാവശ്യം ഡ്രസ്സിൻ്റെ കളറൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ആളെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വന്നേ. ഇവിടെയും തിരക്ക്, നടക്കാൻ പാടാണെന്നേ. അവിടെ ആ ഐലൻഡ് പോലെ സ്ഥലമില്ല, അവിടെ ബാക്കിൽ കൂടെ പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവിടെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, ഒന്ന് പോകണം. അവരെ പിന്നെ ഞാൻ വിളിച്ചു നോക്കി ഗായ്സ്, അതെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി അവരെ കാണാമെന്ന് വിചാരിച്ച മേലെ വലിഞ്ഞു കയറിയത്. പക്ഷെ ഇവിടെ നിന്ന് വലിഞ്ഞു കയറിയിട്ടും കാണുന്നില്ല. അവരെവിടെ പോയോ എന്തോ. ടെൻഷൻ ആവുന്നുണ്ട് ഗായ്സ്. പിന്നെ വിളിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ അസത്യം മനസ്സിലാക്കിയത്. അവിടെ ഫോണും എൻ്റെ കയ്യിൽ തന്നെയാണ് ഗായ്സ്. എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ബാഗ് ഇരുന്നാണ് ആ ഫോൺ വലിച്ചത്. എന്ത് ചെയ്യാനാ, 2 ഫോണും എൻ്റെ കയ്യിൽ. അയ്യോ അവരെ തപ്പി നടക്കണമല്ലോ ഗായ്സ്. നടക്കുകയാണ് ഗായ്സ്, ഞാൻ അവരെ തൊട്ട് നടക്കുകയാണ്. ഇതുവരെ അവരെ കണ്ടെത്തിയിട്ടില്ല. അവർ ഏത് പാർക്കിലായിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ നടന്ന് ഓടി പൊക്കോണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും കാണും, അവിടെ അടുത്ത് തന്നെ കാണും. എന്നെ കണ്ടില്ലെങ്കിലും, അല്ല അവരെ ഞാൻ കണ്ടില്ലെങ്കിലും അവരെന്നെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. എന്നാലും ഇങ്ങോട്ടാണ് വന്നത്. ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒരു ഐഡിയ ഇല്ല. ലൈറ്റ് ഇട്ട് തുടങ്ങിയ സമയത്ത് മിക്കവാറും അവർ ലൈറ്റ് കാണാൻ എവിടെയെങ്കിലും നിൽപ്പുണ്ടായിരിക്കും. ഇപ്പം എല്ലാ ലൈറ്റും ഒന്ന് കറങ്ങി നടക്കാം. പക്ഷേ
കാണുന്നില്ല ഗായ്സ്. ഇനി മൈക്ക് അനൗൺസ് ചെയ്യേണ്ട വരുമെന്നാണ് തോന്നുന്നത്. കാണുന്നില്ല, രണ്ടുപേരെയും കാണാനില്ല. മൈക്ക് വിളിക്കേണ്ട വരും. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഇനി പറത്തിരിക്കാൻ പോയ രണ്ടുപേരും പിന്നെ കണ്ടില്ല. എന്നാലും എൻട്രൻസിൻ്റെ അവിടെ വല്ലതും പോയി നോക്കിയാൽ ചിലപ്പോൾ ഉണ്ട്. ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാ ലൈറ്റും ഇട്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. അതാ ഒരു അമ്പിളി മാമൻ. അമ്പിളി മാമനെ കൊണ്ടു തരാമല്ലോ, 1000 ആനയെ കൊണ്ടു തരാമല്ലോ. കാണാതെ പോകുമ്പോൾ പാടാൻ പറ്റിയ പാട്ടില്ലേ. നല്ല രസമുണ്ട്. ഇതൊക്കെ പൂ കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലേ, കലാവിരുത്. അത് ഇറക്കുന്ന ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാ അവനന്നേരം എവിടെ പോയി. ലൈറ്റൊക്കെ ഓണായി, ഈ ലൈറ്റിൻ്റെ അവിടെയും ഇല്ല. അപ്പോൾ അവരെവിടെയായിരിക്കാം. എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം. ഫ്രണ്ടിൽ പോയാൽ ചിലപ്പോൾ ഫ്രണ്ടിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടായിരിക്കും. ഫ്രണ്ടിൽ എവിടെയെങ്കിലും കാണും. ഇങ്ങോട്ട് വന്നപ്പോൾ ആനയെ കാണണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. വെള്ളത്തിൻ്റെ അടുത്തോട്ട് അവൻ അധികം നിൽക്കത്തില്ല. വെള്ളം പറഞ്ഞിട്ട് മാറിപ്പോയി. ഇവിടെയും കാണത്തില്ല. ഈ ക്രൗഡ് കാരണമായി. നമുക്ക് എന്ത് തിരക്കാൻ നോക്ക്. ഒരുപാട് ആളുകൾ. ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കാം. തിരിച്ചെങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടോ വരെ കാണണമല്ലോ. കണ്ടാലെല്ലാം പോകാൻ പറ്റും. ഇവിടെ മൈക്ക് അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ സെറ്റ്. അതിൻ്റെ മേലിൽ കുറേ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവിടെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫുഡും കിട്ടും. കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ അവരെ കണ്ടാലേ നമുക്ക് പോയി കഴിക്കാമായിരുന്നു. അവരെ അന്നേരം വിളിച്ചപ്പോൾ ഫോൺ എൻ്റെ ഒന്നും അറിഞ്ഞില്ല. മേലിൽ പോയി ഒന്ന് വിളിച്ചപ്പോൾ ആ ബാഗിൽ കിടന്നിട്ട് വൈബ്രേഷൻ അടിക്കുന്നതാണ്. എന്തു തിരക്കാൻ നോക്കും. ഓരോ തിരക്കിലും അവരെ തിരഞ്ഞുകൊണ്ട് ഞാൻ അലയുകയാണ് ഗായ്സ്, അലയുകയാണ്. എവിടെ ഒരു ഐഡിയ ഇല്ല അവരെവിടെയാണെന്ന്. എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. നോക്കി പോവാം ഗായ്സ്, നോക്കി പോകാം. ഞാൻ വീണ്ടും എൻട്രൻസിൻ്റെ അവിടെ എത്തിയേ. പക്ഷെ ഇവിടെയും ഇതുവരെ ഇല്ല. അവൻ ഇടയ്ക്ക് ആനയെ കാണണമെന്നും പറഞ്ഞിരുന്നു. അവിടെ ഒരു ആനയെ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കാണാൻ കൊണ്ടുവന്ന് നോക്കാം എന്ന് കരുതി അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ അവിടെ ഇല്ല. അവിടെ ആളാണ്. നല്ല തിരക്കുമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാളെ കാണാതെ പോയാൽ എങ്ങനെ കണ്ടുപിടിക്കാനാ? അതും ഫോണും എൻ്റെ കയ്യിൽ. 2 ഫോണും എൻ്റെ കയ്യിൽ. ഒരു ഫോണെങ്കിലും കൊണ്ടുപോയി കൂടായിരുന്നു. അവിടുന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ലൈറ്റുണ്ട്. അവിടെ നന്നായിട്ട് ഇരുട്ടാവുന്നുണ്ട്. എല്ലാവരും മഴ നനയാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. പക്ഷെ അവരെവിടെ? ഞാൻ വീണ്ടും ഇവിടെ എത്തി. ഹലോ, ഞാനേ ട്രെയിനിൻ്റെ അവിടെ ഉണ്ട്. ട്രെയിനിൻ്റെ അവിടെ പോണ കുട്ടിയല്ലേ. വൈഫിൻ്റെ കോൾ വന്നു. വേറെ അടുത്തില്ല ആളുടെ ഫോണിൽ തന്നെ വിളിച്ചു.
ഫോൺ എടുത്തു. അപ്പോൾ കുട്ടിയുടെ പാർക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ പാർക്ക് ആ സൈഡിൽ എവിടെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനും അങ്ങോട്ട് പോയി നോക്കാം. വരുന്നതിൻ്റെ ഇടയിൽ കാണാതെ മിസ്സായാലും എവിടെയെങ്കിലും നിൽക്കുമല്ലോ, പോയി നോക്കാം. എന്താ അറിയോ തന്നെ പോവാ. നമ്മൾ ആദ്യം പോയി അവിടെയാണ്. ആളെ കിട്ടി. ആളെ കണ്ടു കിട്ടി. കാണാതെ പോയ ആളെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഈ തിരക്കിനിടയിൽ ഇട്ടിട്ട് അവർ പോയി. ഐസ്ക്രീം വേണമെന്നും പറഞ്ഞു. കാണാതെ പോയ ആളെ കണ്ടു കിട്ടിയ സന്തോഷത്തിൽ ഐസ്ക്രീം കുടിക്കുന്ന ഞാൻ. മേലിലായിരുന്നെങ്കിൽ ബിരിയാണി അൽഫാമും ഒക്കെ ഉണ്ടായിരുന്നു. അത് വല്ലതും വലിച്ച് കഴിച്ചുകൂടായിരുന്നു. ഇനിയിപ്പോൾ മേലെ എന്തിനു പോകണം? ടെൻഷനായിരുന്നു ഗായ്സ്, ടെൻഷൻ. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയി ചോറും കറിയും വെക്കേണ്ടി വരുമല്ലോ എന്നുള്ള ടെൻഷൻ. പക്ഷെ അവൾ എവിടെ നിന്നൊക്കെയോ വന്ന്. മഴ പെയ്യുന്നുണ്ടായിരുന്നേ. മഴയത്ത് പോവാണ്. അവനെനിക്ക് വെള്ളം ഇഷ്ടമാണ്, പക്ഷെ വെള്ളം പെയ്യുന്നത് ഇഷ്ടമല്ല. എന്തല്ലേ, അങ്ങനെ ഒരു തവണ ഞാൻ കൊണ്ടുപോയി വന്നു. വീണ്ടും പോവാണ്. അവൻ കിടന്നിട്ട് ഇപ്പോൾ ചെവി പൊത്തുണ്ട്. ഒരു കൈ കൊണ്ട് ചെവിയും പൊത്തി, ഒരു കൈ കൊണ്ട് കിടന്ന് തന്നെ പിടിച്ചു, വെള്ളം ചെവിയിലാവാതിരിക്കാൻ. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ ഇന്നത്തെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ്. കാണാതെ പോയ ആളെ കണ്ടു കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ടച്ച ബൈ ബൈ പറഞ്ഞു വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടച്ച ബൈ 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 ബൈ. സീ യു ഗായ്സ്, സീ യു. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. ബൈ.